സതീശന്റെ കവിതകൾ അടുത്ത വീട്ടിലെ പറമ്പിലെ വളം കട്ടുതിന്ന് വളരുന്ന സസ്യമല്ല. സതീശന്റെ കവിതകൾ അടുത്ത വീട്ടിലെ പറമ്പിലെ വളം കട്ടുതിന്ന് വളരുന്ന സസ്യമല്ല. അതിൻ്റെ വിത്തും വളർച്ചയും സ്വതന്ത്രമാണ്. ഇങ്ങനെ വേറൊരു കൃഷിസ്ഥലത്തിൻ്റെയോ വേറൊരു വളത്തിൻ്റെയോ വേറൊരു വിത്തിൻ്റെയോ ഒക്കെ പാരതന്ത്ര്യമില്ലാതെ മാറി നിന്ന് ഒറ്റയ്ക്ക് മുളച്ചു വളർന്ന് വ്യത്യസ്തമായ ഒരു ചെടിയുടെ ഒരു സ്വാതന്ത്ര്യം ഈ കവിതകളിൽ ഉണ്ട് എന്ന് സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച് എനിക്ക് വളരെ ശരിയായിരുന്നു. അപ്പൊ അങ്ങനൊരു കവിത ഇതിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. എഴുത്ത് വിചാരങ്ങൾ എന്നുള്ള കവിത, ആ കവിതയിൽ വളരെ ലഘുവായിട്ടുള്ള ഒരൊറ്റ കവിത, വളരെ ചെറിയ 10 വരിയെ പറ്റുള്ളൂ. ആ കവിതയുടെ പേര് പട്ടം എന്നാണ്. ഇത് എൻ്റെ സ്വപ്നങ്ങളുടെ വർണ്ണപ്പട്ടം. ഇതെന്റെ സ്വപ്നങ്ങളുടെ വർണ്ണപ്പട്ടം. പട്ടുചിറകുകൾ ഉയർത്തി ആകാശപ്പെരുമയിലേക്ക് കുതിക്കുകയാണ് കാറ്റിന്റെ തോഴ്. ചരടിന്റെ ഇങ്ങേയറ്റത്ത് ഞാൻ ഉണ്ട് എന്ന ഭാവമേയില്ല. ഇതെന്റെ സ്വപ്നങ്ങളുടെ വർണ്ണപ്പട്ടം. പട്ടുചിറകുകൾ ഉയർത്തി ആകാശപ്പെരുമയിലേക്ക് കുതിക്കുകയാണ് കാറ്റിന്റെ തോഴ്. ചരടിന്റെ ഇങ്ങേയറ്റത്ത് ഞാനുണ്ട് എന്ന ഭാവമേയില്ല. ഈ പട്ടം, കാറ്റിന്റെ തോഴനായ ഈ പട്ടം ഒരു കവിതയുടെ ഒരു ബിംബമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇങ്ങേയറ്റത്ത് അതിൻ്റെ കർത്താവായോ എഴുത്തുകാരനായോ ഒക്കെ ഒരാളുണ്ട് എന്നുള്ള ഭാവമേ ഇല്ലാതെ, അങ്ങനെ ഒരാളുണ്ടോ എന്നറിയില്ല, അങ്ങനെ ഒരു നിമഗ്നനായ എഴുത്തുകാരൻ എവിടെ ഉണ്ടായില്ല. പക്ഷെ ഇതിങ്ങനെ പറയുന്നു, ഇങ്ങനൊരു സ്വാതന്ത്ര്യത്തിന്റെ സാന്നിധ്യം, സ്വാതന്ത്ര്യമാണ് കാറ്റിന്റെ തോഴൻ എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഒരു കാറ്റിന്റെ തോഴനായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ബിംബമായിട്ടുള്ള ഒരു രചനയാണ് ഇതിലത്തെ എഴുത്തുകളിലെ ഭൂരിഭാഗവും എന്നാണ് എനിക്ക്. ഈ പട്ടം പോലെ ഇതിന്റെ ഒരു മുദ്രയാവാൻ, ഈ കവിതകളുടെ മുദ്രയാവാൻ പറ്റിയ വേറൊരു കവിത ഈ കവിതയ്ക്ക് മാത്രമല്ല, മനുഷ്യന്റെ രചനകൾക്കൊക്കെ, എഴുത്തിലുള്ള മനുഷ്യന്റെ രചനകൾക്കൊക്കെ, കവിതയായാലും കഥയായാലും നോവലായാലും ഒക്കെ ബാധകമായിട്ടുള്ള ഒരു പൊതു സത്യം കൂടിയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനൊരാളുണ്ട് എന്നുള്ള ഭാവമേ ഇല്ലാതെ കാറ്റിന്റെ തോഴനായി കാണുന്ന ഒരു സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ കല എന്നോ കവിത എന്നോ വിളിക്കുന്നത്. അങ്ങനൊരു ഭാവം ഉണ്ട് എന്നുള്ളതാണ് ഇതിലത്തെ പല കവിതകളുടെയും ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് എഴുത്ത് വിചാരങ്ങൾ എന്നാണ് ഈ കവിതയുടെ പേര്. എഴുത്ത് വിചാരങ്ങൾ എന്ന് പേരിടാവുന്ന പല പല കവിതകളും ഇതിലുണ്ട്. ഇത് ആദ്യത്തെ കവിത തന്നെ അങ്ങനെ ഒരു എഴുത്ത് വിചാരമാണ്. ആ കവിതയുടെ പേര് നേര് എന്നാണ്. ആ നേരിന്റെ ആ വരി ഇതുപോലെ പറയാവുന്നതാണ്. എഴുതിയ വരികൾ വളഞ്ഞതിന് മകനോട് കലഹിച്ചു, പ്രിയ വിദ്യാർത്ഥിയുടെ ചെവിക്ക് പിടിച്ചു. അബദ്ധം പിണഞ്ഞത് എനിക്കാണ്, ശ്രദ്ധയോടെ ഞാൻ വരച്ച നേർവരയും വളഞ്ഞിരിക്കുന്നു. തച്ചനും പിഴയ്ക്കാം, മുഴക്കോലും വളയാം. തുടക്കമോ ഒടുക്കമോ നടുക്കോ അതെവിടെയും വളയും. വളവ് എത്ര ശരി എന്ന പോലെ. ഏതു വഴിയാണ് വളയാത്തത്? ഏതു പുഴയാണ് ചുറ്റാത്തത്? ഏതു വാക്കാണ് പിഴയ്ക്കാത്തത്? നേർവഴികൾ സിദ്ധാന്തങ്ങൾ പോലെ. വളവ് എനിക്ക് കവിത. നേര് തിരഞ്ഞ് വഴി എത്ര വളഞ്ഞു. ഇതിന്റെ മികച്ച ഒരു കവിതയുമാണ്. ഈ കവിതാ സമാഹാരത്തിലെ മിക്കവാറും എല്ലാ കവികളുടെയും സ്വരം അടയാളപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും വിളംബരം ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂത്രവാക്യ കവിതയും
ഇതിൽ ഈ അച്ചടിയിലും എനിക്കൊരു തമാശ തോന്നി. കാരണം ഈ പുസ്തക പ്രസാദനത്തിൽ ഈ ഇതും കാട്ടുമുറുക്ക് എന്നുള്ള കവിതയും 2 തവണ അച്ചടിച്ചിട്ടുണ്ട്, 2 തവണ ബൈൻഡിങ്. അപ്പൊ അത് ഒരു പ്രസാധനത്തിൽ തമാശയായിട്ട് തോന്നുമെങ്കിലും ഈ കവിതയെ പുസ്തകത്തിൽ 2 തവണ നമുക്ക് ഈ കവിതയുടെ സത്യവാങ്മൂലം കാണാനും വായിക്കാനുമുള്ള അവസരം വായനക്കാർക്കും 2 തവണ ഒപ്പുവെച്ച ഒരു കാവ്യ പുസ്തകം എന്നും ഈ നേരിന്റെ പുസ്തകത്തിൽ എനിക്ക് വളരെ ഇഷ്ടമായിട്ടൊരു കവിതയായിരുന്നു. ഇങ്ങനെ എഴുത്ത് എന്നുള്ളതും കവിത എന്നുള്ളതും തനിക്ക് എന്താണ് എന്ന് അന്വേഷിക്കുന്ന തരത്തിലുള്ള എഴുത്ത് വിചാരങ്ങൾ മിക്കവാറും എല്ലാ കവികളും നമ്മുടെ മലയാളത്തിലാണെങ്കിൽ കുമാരനാശാനുള്ള എല്ലാ സച്ചിദാനന്ദനായതിരെ എഴുതി പോരുന്ന രീതി. കാരണം എഴുത്ത് എന്നുള്ളത് തന്റെ ജീവിതത്തിൽ ഒരു ഭാഗമായതുകൊണ്ട് എഴുത്തിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ, എഴുത്തിനെ പറ്റിയുള്ള കവിതകൾ എന്നുള്ളത് ഈ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു ആവർത്തിക്കുന്ന ഒരു ക്രമമാണ്. ഈ എഴുതപ്പെടുന്ന വിഷയം എഴുത്തുകാരിൽ നിന്ന് സ്വതന്ത്രനായി കാറ്റിന്റെ തോഴനായി പോകുന്ന വേറൊരു കവിത കൂടി ഇതിലുണ്ട്. സ്വകാര്യം എന്നാണ് കവിതകളൊക്കെ. ഈ എഴുത്തു വിചാരങ്ങളിലെ ചെറിയ കൊച്ചു കൊച്ചു കവിതകളാണ്. പരിഹാസവും അവഗണനയും ആക്ഷേപവും ഭയന്ന് ഞാൻ അവളെ എൻ്റെ നാവിൻ തുമ്പിൽ ഒളിപ്പിച്ചു. മഷിത്തുള്ളിയിൽ ഉണങ്ങാതെ സൂക്ഷിച്ചു. താരുണ്യം നാൾക്കുനാൾ വാരുകയാണ്. ഇഷ്ടക്കാർ മാടി വിളിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും അവൾക്ക് അവകാശപ്പെട്ടത് തന്നെ. ഒളിക്കാനാവാത്ത വിധം അവൾ എന്നേക്കാൾ വളരുന്നല്ലോ. ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആവിഷ്കരിക്കാനല്ല, ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആരൊളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അയാളെ മറികടന്നുകൊണ്ട് വലിയ വലിയ സാന്നിധ്യങ്ങളായിട്ട് മാറുന്നതിൻ്റെ എഴുത്തുകാരനും എഴുത്തും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ വേറൊരു ദൃശ്യമാണ്. ഇങ്ങനെ എഴുതുന്ന ഭാഷയിൽ ഉണ്ടാവുന്ന വേറെ ചില ദൃശ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇതിൽ ദ്വിത്വസന്ധ്യ, എല്ലാ മലയാളം പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം ദ്വിത്വസന്ധ്യ എന്താണ്. 2 വാക്കുകൾ കൂടി ചേരുമ്പോൾ അത് ഒരു ഒരു അക്ഷരം ഇരട്ടിക്കുന്നതാണ് അത് ദ്വിത്വസന്ധ്യ. അതൊരു ചെറിയ കവിത. വാക്കുകൾ ഏറ്റുമുട്ടും എന്നും വലിയ സ്ഫോടനം ഉണ്ടാവുമെന്നും ഭയപ്പെട്ടു. എന്നാൽ അവ ഒന്നിനെ തഴുകി ആശ്ലേഷിച്ചുകൊണ്ടേ. ഭയങ്കര അതൊരു പദങ്ങളുടെ ഒരു ബന്ധം എന്നുള്ള ഒരു സന്ധിപ്പ്, ഒറ്റ ചേർച്ച, ഒരു വളരെ കൗതുകകരമായിട്ടുള്ള, വളരെ ഗാഢമായിട്ടുള്ള, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചേർന്നിരിപ്പ് ഇതിൽ കാണുന്നു. ഈ രീതിയിൽ എഴുത്തിന് മാധ്യമമായ ഭാഷ, എഴുത്തുകാരന്റെ മനം, എഴുതി ഉണ്ടാക്കുന്ന സൃഷ്ടി, അതിൻ്റെ സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള എഴുത്തുകാരന്റെ മനോമണ്ഡലത്തിൽ ആവർത്തിച്ച് വരുന്ന ഒരുപാട് ആദികളെയും ഒബ്സഷനുകളെയും വിചാരങ്ങളെയും ഈ കാവ്യപുസ്തകത്തിലെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ രൂപത്തിൽ മാറി മാറി നമുക്ക് വീക്ഷിക്കാം എന്നെനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് അതൊരു ഈ കവിതകളിൽ കാണുന്ന പൊതുവായ പാറ്റേണിൽ ഒന്നാണ്. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ഈ കവിതയിൽ സ്പർശിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ കെ.ആർ. ടോണി ഈ പുസ്തകത്തിന്റെ മുഖവരയിൽ വിശകലന സ്വഭാവത്തോടുകൂടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അയാളോട് തോന്നുന്ന ബന്ധം, ഒരാൾക്ക് അയാളും അയാളുടെ പാർട്ട്ണറുമായിട്ട് ജീവിത പങ്കാളിയുമായിട്ട് തോന്നുന്ന ബന്ധം, ഇങ്ങനെ പരസ്പര ബന്ധങ്ങളുടെയും അവനവനോടുള്ള ബന്ധത്തിന്റെയും ഒരുപാട് അടരുകളെ ഈ കവിതയുടെ പല ഭാഗങ്ങളും ആവർത്തിച്ച് പരിശോധിക്കുന്നതാണ്. അങ്ങനെ ഒരു വളരെ രസകരമായിട്ടൊരു കവിത ഇതിൽ മീൻകറി, എനിക്കും ഇവിടെ അതിൽ അവതാരികയിൽ പറയുന്ന ആൾക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കവിതയാണ് മീൻകറി. ഒരു ദാമ്പത്യത്തിലെ ബന്ധം. മീൻകറി, ഞാനൊന്ന് പറഞ്ഞാൽ അവൾ 2 പറയും. എങ്കിലും രാവിലെ തന്നെ ചത്തുവെലച്ച 2 അയിലകൾ വാങ്ങി അടുക്കളയിലെ ചട്ടിയിൽ കൊണ്ടുവച്ചു. അവൾ രൂക്ഷമായത് നോക്കി, ഒന്ന് പറഞ്ഞാൽ അവൾ 2 പറയും തീർച്ച.
കലഹത്തിൻ്റെയും രസക്കേടിൻ്റെയും മൂർച്ചകളുടെയുമായ അന്തരീക്ഷം. മീൻ കഴുകി മുറിക്കുമ്പോൾ അവൾ എന്നെ നോക്കി പറഞ്ഞു, ഇതുപോലെ നിങ്ങളെ കഷ്ണം കഷ്ണമായി അറുക്കണം. ഒന്നും പറയാതെ തന്നെ അവൾ രണ്ടു പറഞ്ഞു. കറിക്കരയ്ക്കുമ്പോൾ നിങ്ങൾ അമ്മിയിൽ വെച്ച് ഇതുപോലെ കുത്തിച്ചതയ്ക്കണം എന്ന് തന്നെയാകും അവൾ പെറുപെറുത്തത്. മീനിൽ കുരുമുളക് പുരട്ടുമ്പോൾ അവൾ പിന്നെയും പറഞ്ഞു, ഇത് നിങ്ങളുടെ രണ്ട് കണ്ണിലും തേക്കുകയാണ്. ഇപ്പോഴെങ്ങാൻ ഞാനൊന്നും മിണ്ടിയാൽ രണ്ടല്ല സകലതും വിളിച്ചു പറയും. ഉച്ചയൂണിന് പൊരിച്ച മീനും കറിയും വിളമ്പി തന്ന് അരികിൽ ചേർന്നു നിന്ന് അവൾ ചെവിയിൽ ചോദിച്ചു, മീൻകറി ഇഷ്ടായോ? ഇനി ഞാനൊന്ന് പറഞ്ഞാൽ അവൾക്ക് 1000 പറയാനുണ്ടാവും. എത്ര കാലമായി അവൾ എന്നെ അരിശം കൊണ്ട് വെട്ടി നുറുക്കി രുചികരമായ മീൻകറി വയ്ക്കുന്നു. എത്ര കാലമായി അവൾ എന്നെ അരിശം കൊണ്ട് വെട്ടി നുറുക്കി രുചികരമായ മീൻകറി വയ്ക്കുന്നു. ഇതിൽ മനുഷ്യ ബന്ധങ്ങളുടെ വളരെ ഗാഢമായിട്ട് പരസ്പരം വെറുത്തുകൊണ്ട് സ്നേഹിക്കുകയും സ്നേഹിച്ചുകൊണ്ട് വെറുക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളിലുമുള്ള ഒരു ശത്രുണ്ട്. നമ്മൾ ഏത് ബന്ധത്തിനും, ഒരു സൗഹൃദ ബന്ധത്തിലും എല്ലാതരം ബന്ധങ്ങളിലുണ്ട്. നമ്മൾക്ക് സ്നേഹിതനുള്ളതുപോലെ തന്നെ ആ ആൾ ഒരു എതിരാളി, ഒരു ശത്രുവുണ്ട്. അങ്ങനെ ആ ശത്രുവും ആ എതിരാളിയും നമ്മുടെ ഉറ്റ സ്നേഹിതനിൽ ഏറ്റവും അടുപ്പമുള്ള ആളിൽ തന്നെ ഒരേ സമയം വസിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ നമ്മൾ തമ്മിൽ പല പല ഇടപാടുകൾ നടത്തുന്നു. അങ്ങനെ ഒരു അപരനെ അല്ലെങ്കിൽ വ്യക്തി ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലെ ആളുകളെ സ്നേഹിച്ചുകൊണ്ടും വെറുത്തുകൊണ്ടും ഒരു ഗാഢമായിട്ടുള്ള ഊഷ്മളതയുടെ ഒരു ബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് വളരെ വളരെ കൗതുകകരമായി നമ്മളെ സ്പർശിക്കുന്ന ഒരു ചിത്രം ഇതിലുണ്ട്. ഈ രീതിയിൽ ഈ ദാമ്പത്യത്തിന്റെ മറ്റൊരു ബന്ധം കാണിക്കുന്ന ഒരു കവിത ഇതിലെ കല്യാണ സാരി എന്ന് പറയും. അതും ഈ രണ്ട് അവതാരികയിലും ഇതിലും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കവിത. അതിലും ഈ തരത്തിലൊരു വേദനയുടെ അംശമുണ്ട്. ഇതാണ് എൻ്റെ കല്യാണ സാരി, കാഞ്ചീപുരം പട്ട്. അന്നത്തെ വില കേട്ടാൽ ഇന്നും തല ചുറ്റും. അതിയാനങ്ങ് പോയി തെരഞ്ഞെടുത്തതാ സ്വന്തം ഇഷ്ടവും ഇഷ്ടനിറവും. അന്നൊരിക്കൽ മാത്രം കൊടുത്തു, പലവട്ടം കൊതിച്ചിട്ടും നിധി പോലെ സൂക്ഷിച്ചു. നൂലിപ്പോഴെന്തായി, നൂല് പിഞ്ഞി, മടക്കുകൾ കീറി, നിറവും കെട്ടു, അതിയാനും പോയി. ഇതാണ് എൻ്റെ കല്യാണ സാരി. ഈ തരത്തിൽ ഒരു അമിതമായിട്ടുള്ള വൈകാരികത ഇല്ലാതെ സൂക്ഷ്മമായിട്ട് ചില ബന്ധങ്ങളിലെ ചില അടലുകളെ, ചില കാണാസ്ഥലങ്ങളെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന കവിതകൾ. ഇത് മറ്റു മനുഷ്യരും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ, ഇനി സ്വന്തം നിലയ്ക്ക് ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം പറയുന്ന കവിതകളുണ്ട്. എൻ്റെ കൽപ്പവൃക്ഷം, കാട്ടുമുറിക്ക്, അതിലൊരു കവിത മാത്രം ഇതിൽ പറയാം. വീട് പണിയും മുമ്പ്. അത് ഇതുപോലെ ഈ സ്വാർത്ഥത്തിന്റെ ഒരു വീട് ഒരാള് ജീവിതം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. വീട് പണിയും മുമ്പേ മതിൽ കെട്ടി പടി വെച്ചു. മോഷണം പെരുകുന്ന കാലമല്ലേ. വീട് പണിയിൽ ഏറ്റവും ശ്രദ്ധിച്ചത് ചുമരിന്റെയും വാതിലിന്റെയും ഉറപ്പാണ്. ജീവനും ആപത്ത് വിളയരുതല്ലോ. താമസം തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സുരക്ഷിതത്വം. ഇനി ആരും സ്നേഹം പറഞ്ഞ്, സൗഹൃദം പറഞ്ഞ്, അനുവാദമില്ലാതെ, സ്ഥലകാലമില്ലാനെ കയറി വരുന്നില്ല. അപ്പൊ വീടെന്ന് പറഞ്ഞ ലോകത്തെ പുറത്താക്കി, ലോകത്തിനെ അപ്പുറത്താക്കി പുറത്താക്കി അവനവനുള്ളിലിരിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാറുന്ന ഒരു ചിത്രമുണ്ട്. അപ്പൊ ലോകവും ഈ അവനവനും തമ്മിലുള്ള ബന്ധം ഈ നേരത്തെ പറഞ്ഞതുപോലെ തീർത്തും അപരമായിട്ട്, അന്യമായിട്ട്, ഒരു ശത്രു രാജ്യത്തിന്റെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ഈ രീതിയിൽ പലതരത്തിലുള്ള മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവങ്ങളെയും ആഴങ്ങളെയും അടരുകളെയും മാറി മാറി സ്പർശിക്കുകയും കണ്ടും എഴുതിയും പോകുന്ന ചെറിയ ചെറിയ കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ
പൊതുവായിട്ടുള്ളതിനെ നമുക്ക് പറയാൻ എന്ത് പറയാം, അത് വളരെ വൈകാരികമായിട്ടുള്ള വലിയ സ്ഫോടനങ്ങളോ പെരുക്കങ്ങളോ അല്ല ഇതിന്റെ സ്വഭാവം. നേരെ മറിച്ച് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ആ പട്ടം എന്നുള്ള കവിതയിൽ കണ്ടതുപോലെ ആ കാറ്റിന്റെ തോഴൻ എന്നുള്ള ഒറ്റ വരി കൊണ്ട് മാത്രം ആ കവിതയിലെ ഒരുപാട് സ്ഥലങ്ങളെ അത് വിളക്കിയെടുക്കുന്നു. ഇങ്ങനെ ചെറിയ വാക്കുകൾ കൊണ്ടും കവിതയിൽ സ്ഥാനത്ത് വെച്ച ചെറിയ ചില മുദ്രത്താക്കൂരുകൾ കൊണ്ടും കവിതയുടെ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതകളെ കാണിച്ചു തന്നുകൊണ്ട് കവി പിന്മാറുന്ന മറ്റുള്ള രചനകളാണ്. അതിൽ ഒതുക്കമുണ്ട്, മുറുക്കമുണ്ട്, ചെറുതാണ് അതിൻ്റെ ആകാരം, അതിൻ്റെ സൂക്ഷ്മമാണ് അതിൻ്റെ ഒരു സ്പർശനേന്ദ്രിയങ്ങൾ. അങ്ങനെ വേറൊരു തരത്തിലുള്ള കാവ്യ സംസ്കാരത്തിൻ്റെ ചെറുതിനെ, അത് ചെറുതെന്നുള്ള കാവ്യരൂപത്തിൻ്റെ ചെറുപ്പം, അതുപോലെ നാം കാണുന്ന ആശയങ്ങളുടെ സൂക്ഷ്മത, വികാരങ്ങളുടെ സൂക്ഷ്മത, ഇങ്ങനെയുള്ള വേറൊരു തരത്തിലുള്ള കാവ്യലോകം ഈ കവിതകളിൽ നമ്മളുടെ കൂടുതൽ, അതിലൊക്കെ കൊച്ചു 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 സത്യങ്ങൾ ഇങ്ങനെ തുള്ളികളായിട്ട് ഓരോ കവിതകളുടെയും ഒപ്പം സഞ്ചരിക്കുന്നു. അതിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഇന്റിമസിയാണ് ഈ കവിതകളിലും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനെ നിർവചിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷപൂർവ്വം ഈ പുസ്തകം ഞാൻ പലതവണ വായിച്ച കവിതകളാണെങ്കിലും വീണ്ടും വീണ്ടും വായിക്കുകയുണ്ടായി. നമ്മുടെ ഒരു ഏത് കലാസൃഷ്ടിയുടെയും ആദ്യത്തെ മൗലികമായ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു, രസിച്ചു, ഒരു ഗ്യാപ്പ് ഇട്ടു, നമ്മൾ രണ്ടാമത് വീണ്ടും വായിക്കും. എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഒരു രസം, പുതിയ സന്തോഷം, പുതിയൊരു ആനന്ദം അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡായ അർത്ഥവത്തായ ഒരു കൃതിയാണ് നമുക്ക് ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ പല ഗ്യാപ്പുകൾ വിട്ട്, പല വിടവുകൾ വിട്ട് വീണ്ടും വീണ്ടും അതിലേക്ക് വായനയിലൂടെ തിരിച്ചെത്തുമ്പോൾ നമുക്ക് വേറൊരു ചെറിയ ലോകത്തിന്റെ വേറൊരു അതിരുകളെയും കൂടി കാണാൻ പറ്റുന്ന ഒരു സാധ്യത അതിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ കവിതകൾക്ക് ചിരസ്ഥായിത്വമുണ്ട്, വിലയുണ്ട്, വാല്യൂ ഉണ്ട്. അങ്ങനെ ഒരു സ്വഭാവം ഈ കവിതകൾക്കുണ്ട്. വീണ്ടും അത് വായിക്കാം. ഈ പട്ടവും, അത് കല്യാണസാരി, മീൻകറി, അത് പൂരം, പറ്റിയുള്ള പൂരപ്പറമ്പ് എന്നുള്ള കവിത, അങ്ങനെ എനിക്ക് ആവർത്തിച്ച് പറയാൻ താല്പര്യമുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ അധികം സമയമെടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ചുരുക്കി പറയുന്നതുമായി കാവ്യലോകം മുഴുവൻ തന്നെ ഒരു പുതിയ സൂക്ഷ്മമായിട്ടുള്ള കാവ്യാനുഭവത്തിന്റെ പുതിയ ഒരു ഭൂപടം മലയാളത്തിലെ കാവ്യലോകത്ത് വരച്ചിടുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ